യേശുവിൽ സ്നേഹമുള്ളവരെ, ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഈ നിമിഷം നമ്മോടൊപ്പം ധ്യാനിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സകലരെയും ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മെ ധ്യാനിപ്പിക്കുന്നവരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവെന്ന്. ഈ നിമിഷങ്ങളിൽ സ്വർഗവാസികളുടെ 1000-ങ്ങളും 10,000-ങ്ങളും ഭൂവാസികളായ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഈ സ്വർഗവാസികളോട് ചേർന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി നമുക്ക് പാടാം. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. കൊറോണ വൈറസ് മൂലം വേദനിക്കുന്ന സകലരെയും ഈശോയുടെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ നിന്റെ ആശ്വാസദൂതമായി സകല മക്കളുടെയും അടുക്കിലേക്ക് കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് ആലപിക്കാം. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. എന്റെ സഹായവും അഭയശിലയുമായ കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തുന്നു. എൻ്റെ രക്ഷകനായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. അവിടുന്ന് എനിക്കൊരു നാവ് തന്നത് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞാൻ ഉപയോഗിക്കുന്നു. ഈ നിമിഷങ്ങളിൽ സങ്കീർത്തകനോട് ചേർന്നുകൊണ്ട് സകല സ്തുതിക്കും യോഗ്യനായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ, പരിശുദ്ധ ത്രിത്വത്തെ എല്ലാം മറന്ന് നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഈശോ, 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 ഈശോ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ പലപ്പോഴും നാം ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തതെന്ന്. പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്,
മകനെ, നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനിമേൽ നീ ചെയ്യരുത്. പഴയ പാപത്തിന്റെ മോചനത്തിനായി നീ പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് നീ ഓടിയകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ വിഷപ്പല്ലുകൾ ആണ് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപാവസ്ഥയെ ഓർത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഈ ധ്യാന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിക്കണം. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, മൂലപാപങ്ങളുടെ വേരുകളാണ് ആത്മീയ ജീവിതത്തിന്റെ അന്ധകാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്ന്. ഈശോയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിന്റെ പാപാന്ധകാരത്തിലേക്ക് എന്നെ നയിക്കുന്ന എന്നിലെ മൂലപാപങ്ങളുടെ വേരുകളെ കണ്ടെത്തുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന്. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിലെ പാപത്തിന്റെ മേഖലകളെ കണ്ടെത്തുവാൻ, പാപത്തോട് വിട പറയുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്യണമേ നമ്മൾ പ്രാർത്ഥിക്കണം. ഇരു കരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നമുക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. ഈ നിമിഷം ലോകമെമ്പാടുമുള്ള മക്കളുടെ പാപത്തിന് വേണ്ടി, പരിഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പഴയ പാപത്തിന്റെ മോചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലെ മൂലപാപങ്ങൾ, പ്രത്യേകമായി നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും തലങ്ങളിൽ നമ്മെ ബന്ധനത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ ദ്രവ്യാഗ്രഹത്തെ, അസൂയയെ, നമ്മുടെ ശരീരത്തെ പാപത്തിലേക്ക് നയിക്കുന്ന കൊതിയെ, പലതിനു വേണ്ടിയുള്ള നമ്മുടെ ദാഹത്തെ, നമ്മുടെ അലസത മനോഭാവത്തെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളെ നമ്മിൽ നിന്നും അകറ്റി മാറ്റുന്ന നമ്മിലെ കോപത്തിന്റെ മേഖലകളെ കർത്താവേ, നിന്റെ മുൻപിലേക്ക് ഇതാ സമർപ്പിക്കുന്നു. ഈ നിമിഷം നിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിന്റെ പാപത്തിന്റെ മൂലമേഖലകളിലേക്ക്, തായ്വേരുകളിലേക്ക് നിമിഷം കടന്നു വരട്ടെ. എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നന്ദി, ഈശോ നന്ദി, ഈശോ നന്ദി. 1 യോഹന്നാൻ 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ദൈവത്തിന്റെ സ്നേഹം നിങ്ങളിൽ ഉണ്ടായിരിക്കില്ല. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നിമിഷങ്ങളിൽ ഈ ലോകത്തിന്റെ ചപ്പും ചവറുമായ, ഈ ലോകത്തിന്റെ ഈ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഈ ലൗകിക സ്നേഹത്തിന്റെ തൃഷ്ണതയിൽ നിന്ന്, ഈ ജഡത്തിന്റെ സ്നേഹത്തിന്റെ മേഖലകളിൽ നിന്ന്, ഈ പൈശാചികതയുടെ മേഖലകളിൽ നിന്ന് കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദിന്റെ പ്രാർത്ഥനയോട് ചേർന്ന് ഈ നിമിഷങ്ങൾ അനുതാപത്തോടെ നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമുക്ക് നമ്മുടെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം. അവിടുത്തെ കരുണയും സ്നേഹവും നമ്മിലേക്ക് ഒഴുക്കണമേ എന്ന് ഏറ്റവും അനുതാപത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ദൈവമേ, കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ, ഘോരമാമിന്റെ അപരാധങ്ങൾ കനിവിയെന്നു മറക്കേണമേ. ദൈവമേ, കനിയേണമേ, പാപങ്ങൾ പൊറുക്കേണമേ.
വത്സല ശിഷ്യനായ പത്രോസിനോട് കർത്താവ് ചോദിച്ചില്ലേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്? പ്രിയപ്പെട്ടവരെ, നമ്മെയും തൻ്റെ സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന ഈശോ, അനുതാപത്തിലേക്ക് മാടി വിളിക്കുന്ന ഈശോ നമ്മോട് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ ഈശോയെ തള്ളിപ്പറഞ്ഞതിനെല്ലാം പരിഹാരമായി ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് ഈശോയോട് പറയാം. എൻ്റെ ഈശോ, നീ മാത്രമാണ് എൻ്റെ സർവസ്വവും, നീ മാത്രമാണ് എൻ്റെ ജീവൻ്റെ ജീവൻ. അത് ഈശോയെ. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. ലോകസുഖങ്ങളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതീശോയെ, പാപത്തിന്റെ സുഖം തേടി ലോകത്തിന്റെ പിന്നാലെ ഞാൻ ഇനി പോകില്ല എന്ന് അങ്ങയോടിതാ ഞാൻ വാക്കു തരുന്നു. എൻ്റെ ആത്മാവ് അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്, ഇനിയും അങ്ങയെ സ്നേഹിക്കുമെന്ന് ഞാനിതാ വാക്കു തരുന്നു. പാപത്തിൻ്റെ നൈമിഷിക സുഖത്തിനു വേണ്ടി എൻ്റെ ഈശോയെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് ഈശോയെ അങ്ങേക്ക് ഞാൻ വാക്കു തരുന്നു. അവിടുന്ന് മാത്രമാണ് എൻ്റെ സർവസ്വവും. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എൻ്റെ ഈ ജീവിതത്തിൽ അങ്ങയെ സ്തുതി തീരെ സ്നേഹിക്കുവാൻ, സ്നേഹിച്ച് അങ്ങയെ സ്നേഹത്തിൻ്റെ ഭാഗമായി തീരുവാൻ ഞാനിതാ ആഗ്രഹിക്കുന്നു. വിശുദ്ധാത്മാക്കളെ പോലെ, പരിശുദ്ധ അമ്മയെ പോലെ അങ്ങയെ കൊതി തീരുവോളം സ്നേഹിക്കുവാൻ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളിതാ ആഗ്രഹിക്കുന്നു. എൻ്റെ ഈശോ, നീ എന്നെ അനുഗ്രഹിക്കണമേ. നീ മാത്രമാണ് എൻ്റെ സർവസ്വവും. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ ജീവനാണ്. ലോകസുഖങ്ങളെക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈശോയുടെ മുൻപിലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ ഈശോയിൽ നമ്മെ അകറ്റുന്ന നമ്മുടെ പാപത്തിൻ്റെ എല്ലാ മേഖലകളെയും, ലഘുപാപങ്ങളും മാരകപാപങ്ങളും ഈശോയുടെ മുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന എല്ലാം നിന്റെ മുൻപിൽ ഇതാ ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മുൻപിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ മേഖലകളെ ഏറ്റുപറയുമ്പോൾ ഇനി ഒരിക്കലും പാപസുഖങ്ങളുടെ പിന്നാലെ ഞാൻ കടന്നു പോകില്ല എന്ന് നമുക്ക് ഈശോയ്ക്ക് വാക്ക് കൊടുക്കാം. യേശുവേ, നീ എൻ്റെ സർവസ്വമാണ്. യേശുവേ, നീ എൻ്റെ
സ്നേഹിക്കുന്നു. നീ എൻ്റെ ജീവനാണീശോ, നീ എൻ്റെ പ്രാണനാണീശോ. നീ എൻ്റെ ജീവനാണീശോ, നീ എൻ്റെ പ്രാണനാണീശോ. എന്നുള്ളിൽ വാഴണമെന്നും ഞാനെന്നും നിന്റേതായി തീരണം. കർത്താവായ ഈശോയെ, നീ മാത്രമാണ് എൻ്റെ ജീവന്റെ ജീവൻ. നീയാണ് എൻ്റെ സർവസ്വവും. ഞാൻ എന്നും നിന്റേതായി മാത്രമായി തീരുവാൻ അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ലോകമോഹങ്ങളോടുള്ള എൻ്റെ എല്ലാ താല്പര്യങ്ങളെയും, എൻ്റെ പാപമേഖലകളെയും പാപവസ്തുക്കളെയും പാപത്തിൻ്റെ സുഖങ്ങളെയും ഞങ്ങളിതാ ഉപേക്ഷിക്കുന്നുവെന്ന് അവിടുത്തേക്ക് ഉറപ്പു തരുന്നു. ഈശോയുടെ മുമ്പിൽ ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകമോഹങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ലോകസുഖങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റേത് മാത്രമായി തീരുവാൻ ആഗ്രഹിച്ച് നമുക്കൊന്ന് ചേർന്ന് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയുടേത് മാത്രമായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈശോ നന്ദി, ഈശോ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നവമായ അഭിഷേകം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദിവ്യരക്ഷകനായ ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാതാപിതാക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 5-ാം തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നു, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വചനത്തിലൂടെ ഉറപ്പ് നൽകുകയാണ്, നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വലിയ പ്രതീക്ഷയുടെ, വലിയ സന്തോഷത്തിന്റെ സന്ദേശമാണ് നമുക്ക് ഓരോരുത്തർക്കും നൽകുക. ഈ റൂഹ അഭിഷേക ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ സമാധാനത്തിന്റെ സന്ദേശം കടന്നു വരികയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ സമയം ദൈവ വചനം കേൾക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ, നമ്മുടെ അധരത്തെ നിർമ്മലമാക്കണമേ, നമ്മുടെ ഹൃദയത്തെ തുറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവത്തിന്റെ വചനം കടന്നു വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ അനുഭവം, ആദിമസഭയുടെ ആ അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ ഒരേ മനസ്സോടെ ദൈവിക ചൈതന്യം, ദൈവിക വചനം ശ്രവിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് വചനം ശ്രവിക്കാം. ശ്രദ്ധയോടെ ആയിരുന്നുകൊണ്ട് ദൈവവചനം ശ്രവിക്കാം. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16-ാം അധ്യായം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. എന്നാൽ ഇപ്പോൾ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കലേക്ക് പോവുകയാണ്, എന്നിട്ടും നീ എവിടെ പോകുന്നു എന്ന് നിങ്ങളിൽ ആരും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ദുഃഖപൂരിതമായിരിക്കുന്നു. എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവൻ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നത് കൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തത് കൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും.
അവൻ സ്വമേധയായിരിക്കുകയില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. സ്നേഹമുള്ള കുട്ടികളെ, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാമത്തെ തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഈ ബുദ്ധിമുട്ടിന്റെയും ക്ലേശത്തിന്റെയും അസ്വസ്ഥതയുടെയും നിഴലിലായിരിക്കുമ്പോൾ ശക്തി പ്രാപിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. 3 മേഖലകളിൽ ശക്തി പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. ഒന്ന്, ശരീരത്തിന്റെ ശക്തി. നമുക്കറിയാം, ഈ കൊറോണയുടെ ബുദ്ധിമുട്ടുകൾ മൂലം പലതരത്തിലുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മളൊക്കെ ഒരുപക്ഷെ നേരിട്ടിട്ടുണ്ടാവാം. നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളൊക്കെ നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ ശരീരത്തിന്റെ ശക്തി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. അതിനു വേണ്ട ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ട്. നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു മരുന്നുകളൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകമായി നമ്മുടെ ശരീരത്തിന്റെ ശക്തി സംഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്, നല്ലതാണ്, അത് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ മനസ്സിന്റെ ശക്തി. പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുക. ഓരോ ദിവസം, ഓരോ സമയത്തും, ഏത് ചാനലിലും നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കൊണ്ട് പലതരത്തില് മനസ്സ് അസ്വസ്ഥമാകുന്നു. അതോടൊപ്പം തന്നെ ഭീതി, അനാവശ്യമായ ഭീതി മനുഷ്യനെ കടന്നു പിടിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒത്തിരിയേറെ മരണവും സംഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മരണത്തെക്കുറിച്ചുള്ള അനാവശ്യമായ ഭീതിയാണ് ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവൻ ഇന്ന് അപകരിച്ചെടുക്കുന്നത്. അപ്പോൾ മനസ്സിനോട് പറയണം, ദൈവം എന്റെ കൂടെയുണ്ട്, ഞാൻ നന്നായി ജീവിക്കും, ഞാൻ ഈ ഒരു അവസ്ഥയെയും പ്രതിരോധിച്ചുകൊണ്ട് മുമ്പിൽ ഞാൻ കടന്നു വരും എന്നുള്ള ഒരു മനസ്സിന്റെ ശക്തി നമ്മൾ നേടിയെടുക്കണം. നമ്മുടെ മനസ്സ് നല്ല ശക്തിയുള്ള ഒരു ആയുധമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിനെ വളരെയധികം ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. 3-ാമതായിട്ട് നമ്മൾ നേടിയെടുക്കേണ്ട ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ കുർബാനയും പൊതുവായ വിശ്വാസ പ്രഘോഷണങ്ങളോ ഒന്നുമില്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പലരും പലപ്പോഴും പരിശുദ്ധ കുർബാനയും മറ്റ് ഭക്താനുഷ്ഠാനങ്ങളും അവയോടുള്ള താല്പര്യവും ഒന്നും വേണ്ട, അല്ലെങ്കിൽ അതൊന്നും വേണ്ട, അതൊക്കെ കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്നൊക്കെ തെറ്റായിട്ടുമൊക്കെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് പെടുകയും അതുമൂലം പല സാഹചര്യങ്ങളിലും ഇതൊക്കെ ഒഴിവാക്കി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്രകാരമുള്ള റൂഹാഭിഷേക ധ്യാനത്തിലൂടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ആത്മാവിന്റെ ശക്തി നമ്മൾ നേടിയെടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് ഇതൊരു പരിശ്രമമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ശക്തി നേടിയെടുക്കാനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് വിചിന്തനം ചെയ്യാം. ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ ശക്തി എപ്രകാരം നേടിയെടുക്കാം എന്നുള്ളതാണ്. തിയഡോർ ചിൽട്ടൺ എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു, അമേരിക്കൻ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയാണ് ദ കിങ്സ് റിംഗ് എന്ന് പറയുന്നത്, രാജാവിന്റെ മോതിരം എന്ന് പറയുന്നത്. ഇതിൽ ഒരു പേർഷ്യൻ രാജാവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അതേക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ പേര് കേട്ട ഒരു മോതിരം ഉണ്ടായിരുന്നു. ഈ മോതിരത്തിന് രാജാവ് രാവിലെയും വൈകുന്നേരവും നോക്കും, ദുഃഖങ്ങളും സന്തോഷവും വരുമ്പോൾ നോക്കും, പ്രതികൂല സാഹചര്യങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള വിജയവും ഒക്കെ സംഭവിക്കുമ്പോൾ നോക്കും. ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ഈ ഒരു മഹത് വചനം ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന് പ്രേരണയായിരുന്നു എന്നുള്ളതാണ് ഈ കവിതയുടെ ഉള്ളടക്കമായിട്ട് പറയുക. അപ്പോൾ ഈ മഹത് വചനം എന്ന് പറയുന്നത് ഇപ്രകാരമായിരുന്നു: ഈവൻ ദിസ് ഷാൽ പാസ് അവേ, ഇതും കടന്നുപോകും എന്നുള്ളതായിരുന്നു. ഈ കവിതയുടെ ഉള്ളടക്കത്തിലൂടെ നമ്മൾ പെട്ടെന്നൊന്ന് കണ്ണോടിക്കുമ്പോൾ മനസ്സിലാകുകയാണ്, ധാരാളം ഒട്ടകങ്ങൾ, ഒത്തിരിയേറെ വിലപിടിച്ച രത്നങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെ രാജാവിന് വലിയ സമ്പത്ത് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് അതിലേക്ക് നോക്കുകയാണ്, വലിയ സന്തോഷം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എന്നാൽ അദ്ദേഹം ഈ മോതിരത്തിലേക്ക് നോക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടുകയാണ്: ഈവൻ ദിസ് ഷാൽ പാസ് അവേ, ഇതും കടന്നു പോകുമെന്ന്. ഈ പേർഷ്യൻ രാജാവിനെ ശത്രു സൈന്യം തോൽപ്പിച്ചു. അപ്പോൾ ശത്രു സൈന്യത്തിന്റെ സന്തോഷവും വിജയാരവവും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രാജാവ്. അപ്പോൾ അവരുടെ വലിയ സന്തോഷവും ആർഭാടവും പ്രൗഢഗംഭീരമായ ശബ്ദഘോഷങ്ങളും ഒക്കെ കാണുന്നതിനിടയിലും ഈ മോതിരത്തിൽ നിന്നുള്ള സന്ദേശം ഈ രാജാവിന് ലഭിക്കുകയാണ്. എന്താണ്? ഈവൻ ദിസ് ഷാൽ പാസ് അവേ,
ഇതും കടന്നു പോകുമെന്ന്. വീണ്ടും കവിതയിൽ കാണുന്നു, സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ കാണുന്നു, രാജ്ഞിയാകുന്നു. അതിനുശേഷം പിന്നീട് ഇവളുടെ ശരീര സൗന്ദര്യമൊക്കെ കാണുന്നുണ്ട്. ആർഭാടകരമായ വസ്ത്രധാരണത്തിലൂടെയും ശരീര സൗന്ദര്യത്തെയും ഒക്കെ നോക്കി കാണുമ്പോഴും ഒക്കെ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഈ മഹത് വചനം രാജാവിന്റെ ഓർമ്മയിലേക്ക് എത്തുന്നു. ഈവൻ ദിസ് ഷാൽ പാസ് അവേ, ഇതും കടന്നു പോകും എന്ന്. പിന്നീട് ഒരിക്കല് ശത്രു സൈന്യത്തെ ഈ രാജാവ് തോൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വലിയ സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ രാജാവ് കാണുന്നത് തോറ്റുപോയവരുടെ വേദനയും ദുഃഖവും മരണവും വിരഹവും ഒക്കെയാണ്. ഇത് കണ്ടു കഴിയുമ്പോഴും രാജാവിന് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെയാണ്. ഈവൻ ദിസ് ഷാൽ പാസ് അവേ, ഇതും കടന്നു പോകും. വീണ്ടും കാണുകയാണ്, പൊതുസ്ഥലത്ത് സ്വന്തം പ്രതിച്ഛായ കാണുകയും ഉയരുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് രാജാവ് നിൽക്കുന്ന ഒരുപക്ഷെ സന്തോഷമൊക്കെ ഉണ്ടായിരിക്കാം, തന്റെ തന്നെ പ്രതിച്ഛായയാണല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ തന്റെ പ്രശസ്തിയെക്കുറിച്ച്, പേരിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരു സന്ദേശം കൂടി എത്തുന്നു, ഈവൻ ദിസ് ഷാൽ പാസ് അവേ, ഇതും കടന്നു പോകും എന്ന്. വീണ്ടും കാണുന്നത് ഈ രാജാവിന് പ്രായമായി, രോഗമായി, അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുകയാണ്. അപ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്, അത് ഒരു ഹെവൻലി റേസ്, ഒരു മുകളിൽ നിന്നുള്ള ഒരു രശ്മി ഈ മോതിരത്തിലേക്ക് പതിക്കുന്നു. ഇതിന്റെ സന്ദേശം അവിടെ എല്ലാവർക്കും പ്രത്യക്ഷമാകുന്നു എന്നുള്ളതാ. ഈവൻ ദിസ് ഷാൽ പാസ് അവേ, ഇതും കടന്നു പോകും എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ കവിത ഓർമ്മിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്, ഇതും കടന്നു പോകും എന്നുള്ളത്. അതെ, ഇതും കടന്നു പോകുമെന്ന് ഓർമ്മിക്കുന്ന ഒരു മനുഷ്യരായി നമ്മൾ ഓരോരുത്തരും മാറട്ടെ. ഈ വചനം കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിത സാഹചര്യങ്ങളും എല്ലാം കടന്നുപോയി വലിയ പ്രതീക്ഷ കടന്നു വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്, ദൈവം ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരു ദൈവമാണ്. എപ്പോഴും ദൈവം പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ 143 പ്രാവശ്യം ഈ ഒരു വാക്ക് തന്നെ പലതവണ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമാണ്. വലിയ സ്നേഹത്തോടുകൂടി ദൈവം പ്രത്യേകമായും തന്റെ ജനത്തെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ദൈവമായിട്ട് കൂടെയുണ്ട് എന്നുള്ള വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെടുക. ഇപ്രകാരം ദൈവം മനുഷ്യരുമായിട്ട് സ്നേഹത്തിലായിരിക്കാനും അവനെ രക്ഷിക്കാനും അവന്റെ ജീവിതാവസ്ഥകളിൽ, ബുദ്ധിമുട്ടുകളിൽ, പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ അവനോടുകൂടി ആയിരിക്കാനും കടന്നു വരുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കണ്ടുമുട്ടുക. എന്നാൽ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തെ മറക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണുക. തന്റെ കൂടെ ആയിരുന്ന് തന്നെ രക്ഷിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന കൃപാനിധിയും കാരുണ്യവാനും പാപങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരനായ ഒരു ദൈവത്തെ പലപ്പോഴും മനുഷ്യൻ ഉപേക്ഷിക്കുന്നതും അതിന്റെ ഫലമായിട്ട് മനുഷ്യന് വന്നു ചേരുന്ന അവൻ തന്നെ വരുത്തി വയ്ക്കുന്ന നാശത്തെയും കുറിച്ചുമൊക്കെ കാണുന്നുണ്ട് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എന്റെ ജനം എനിക്കെതിരായ 2 തിന്മകൾ പ്രവർത്തിച്ചു എന്ന് ദൈവം വളരെ വേദനയോടുകൂടി പറയുകയാണ്. എന്റെ ജനം എനിക്കെതിരായി 2 തിന്മകൾ പ്രവർത്തിച്ചു എന്ന്. ഇവിടെ പറയുന്നത് ഇതാണ്, ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ട കിണറുകൾ കുഴിച്ചു എന്ന്. പ്രമാത്രം തന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്ന, തന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന, തന്റെ ജീവിത സാഹചര്യങ്ങളിൽ കൂടെയുള്ള, അല്ലെങ്കിൽ എപ്പോഴും രാത്രി അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവുമായി കൂടെയുണ്ടായിരുന്ന ഒരു ദൈവത്തിനെതിരായിട്ട് ജനം മറുതലിക്കുന്നതിനെ കുറിച്ച് ഉള്ള വേദനയോടുകൂടിയാണ് ഇവിടെ കാണുക. പ്രിയപ്പെട്ടവരെ, പാപം എന്ന് പറയുന്നത് ഈ ജീവനുള്ള ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഈ ജീവനുള്ള ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാതെ നമ്മുടെ തന്നെ സ്വാർത്ഥതയുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയാണ് പാപം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ വചനം പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നത് പാപത്തിന്റെ അവസ്ഥകളെ കുറിച്ചാണ്. വിശുദ്ധ അഗസ്തീനോസ് ഇപ്രകാരമാണ് പറയുന്നത്, നിത്യ നിയമത്തിനെതിരായ വാക്കോ പ്രവൃത്തിയോ ആഗ്രഹമോ ആണ് പാപം. ഇന്ന് വിചിന്തനം ചെയ്യുക മൂല പാപങ്ങളെ കുറിച്ചാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1866 ഖണ്ഡികയിൽ മൂലപാപങ്ങളെ കുറിച്ച് പറയുന്നു. മൂലപാപങ്ങൾ 7 ഉള്ളത്. നിഗളം അല്ലെങ്കിൽ അഹങ്കാരം, ദ്രവ്യാഗ്രഹം,
മോഹം, കോപം, കൊതി, അസൂയ, മടി. നമ്മൾ ഇതിനെ അല്പസമയം പെട്ടെന്ന് ഇതിലൂടെ എല്ലാം ഒന്ന് കണ്ണോടിക്കുകയാണ്. അഹങ്കാരം എന്ന് പറയുന്ന ഒന്നാമത്തെ മൂലഭാവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതിനെ സഭാപിതാക്കന്മാർ വിശേഷിപ്പിക്കുക സകല പാപങ്ങളുടെ പിതാവ് എന്നാണ്. കാരണം അഹങ്കാരത്തോടു കൂടിയാണ് പാപം ഒരുവനിൽ ഉടലെടുക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള വചനഭാഗം നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. അഹങ്കാരമുള്ള ഒരു വ്യക്തി കർത്താവിനെ വെറുപ്പിക്കുന്നു. ആ വ്യക്തി കർത്താവിൽ നിന്ന് അകലുന്നു. അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരം ജീർണിച്ചൊരവസ്ഥയാണ് എന്ന് പറയുക. അഹങ്കാരത്തോടൊപ്പം പാപവും ഉടലെടുക്കുന്നു എന്ന് പറയും. പ്രഭാഷകൻ 11:23 കാണുന്ന ഇതാണ്: എനിക്കിനി എന്ത് വരാനാണ്, എനിക്ക് എന്താപത്ത് വരാനാണ് എന്ന് പറയരുത് എന്ന് പറയുക. അഹങ്കാരത്തിന്റെ ഒന്നാമത്തെ ചിന്ത ഏതാണ്? നമ്മളും ഈ സമയത്ത് പ്രിയപ്പെട്ട കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ ഒന്ന് ചിന്തിക്കണം. എന്റെ ജീവിത സാഹചര്യങ്ങളിൽ അഹങ്കാരമുണ്ടോ എന്നുള്ളത്. രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ പാലിക്കാനായിട്ട്, സഭയുടെ നിയമങ്ങൾ പാലിക്കാനായിട്ട് എന്നെ താല്പര്യമില്ല എങ്കിൽ അഹങ്കാരം എന്നിലുണ്ട് എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പനും അമ്മയൊക്കെ പറയും, മക്കളെ ഒന്ന് ചെയ്യടാ, എടാ നീ ഇങ്ങനെ ഒന്ന് ചെയ്യ് എന്ന് പറയുമ്പോൾ, ഓ അപ്പന് വേറെ പണിയൊന്നുമില്ല, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നത് നമ്മളിലുള്ള അഹങ്കാരത്തിന്റെ മറ്റൊരു മുഖമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിക്കാം, എന്റെ ജീവിത സാഹചര്യങ്ങളിൽ അഹങ്കാരം ഉണ്ടോ എന്നുള്ളത്. അതുണ്ടെങ്കിലൊന്ന് മാറ്റിയെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അഹങ്കാരമുള്ള ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. അഹങ്കാരം എന്റെ ജീവിതത്തിൽ ഉടലെടുക്കുമ്പോൾ ദൈവം അകന്നു പോകുമെന്നുള്ളത് സത്യമാണ്. കാരണം അഹങ്കാരിയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് മാത്രമേ അവൻ സ്ഥാനം നൽകുകയുള്ളൂ എന്നുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ദ്രവ്യാഗ്രഹം എന്ന് പറയുന്ന മൂലഭാവത്തെ കുറിച്ചാണ്. അമിതമായ ഭൗതിക വസ്തുക്കളോടുള്ള ആഗ്രഹത്തെയാണ് ഇത് സൂചിപ്പിക്കുക. ഏത് വിധേനയും മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടാകാം, മറ്റുള്ളവരെ നാണം കെടുത്തിക്കൊണ്ടാകാം, മറ്റുള്ളവരെ അപമാനിച്ചുകൊണ്ടാവാം, ഏത് വിധേനയും സമ്പത്ത്, മറ്റു ഭൗതിക വസ്തുക്കൾ സ്വന്തമാക്കാനുള്ള അമിതമായിട്ടുള്ള അഭിനിവേശമാണ് ദ്രവ്യാഗ്രഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. യുപിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വളരെ ശോചനീയമായ ഒരു അവസ്ഥ നമ്മളെയൊക്കെ വേദനിപ്പിച്ചതായിരിക്കാം. മൃതശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ എടുത്ത് അത് വൃത്തിയായി അലക്കി തേച്ച് നല്ല ഭംഗിയാക്കി റെഡിയാക്കി അത് കൊണ്ടുപോയി വിൽക്കാനായിട്ട് കാണിക്കുന്ന വ്യഗ്രത. അവരെ പോലീസ് പിടിച്ചു. നോക്കിയ മനുഷ്യൻ എത്രമാത്രം അധപതിച്ചു പോകുന്ന സാഹചര്യങ്ങളിലാണെന്ന് പറയുന്നത്. ദ്രവ്യാഗ്രഹത്തിന്റെ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോലും തരം താഴ്ന്നു പോകാൻ മനുഷ്യന് നാണമില്ല എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നു, ദ്രവ്യാഗ്രഹം കൊണ്ടുള്ള അനീതി അല്ലെങ്കിൽ ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. അതെ, ദുരാഗ്രഹം കൊണ്ട് അനീതി ഉണ്ടാകുന്നു. അപ്പൊ എവിടെ ദുരാഗ്രഹം, തെറ്റായ ആഗ്രഹം ഉണ്ടാകുന്നു, അവിടെ അനീതി ഉണ്ട്. മറ്റുള്ളവരെ നശിപ്പിക്കും, അവരുടെ വസ്തുക്കൾ മോഷ്ടിക്കും, അല്ലെങ്കിൽ അത് സ്വന്തമാക്കാൻ വേണ്ടി എപ്പോഴും അവൻ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. ഇപ്രകാരമുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കും. നമ്മളിലുള്ള ദൈവിക സാന്നിധ്യത്തെ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ ചൈതന്യത്തെ ശുഷ്കമാക്കിക്കൊണ്ടിരിക്കും. അതായത് ദുരാഗ്രഹം കൂടുന്തോറും നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ നമ്മൾ തന്നെ വേണ്ട എന്ന് വെക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതെ ഇരിക്കുവിൻ. മോഹം എന്ന് പറയുന്ന മൂലപാപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്: ലൈംഗികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാനമാണ്, അത് വിശുദ്ധമാണ്, അതിനെ നല്ല രീതിയിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളണം. എന്നാൽ മോഹം എന്ന് പറയുന്നത് എപ്രകാരമാണ് പാപമാകുന്നത്? ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ അവന്റെ ശരീരത്തിന്റെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, അതിനുവേണ്ടിയുള്ള വഴികൾ ആലോചിച്ചു കൊണ്ടിരിക്കുക, അങ്ങനെ സ്വന്തം ശരീരത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന വൈകാരികപരമായ ലൈംഗിക മോഹങ്ങളെ എപ്പോഴും തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു വ്യക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവൻ ഈ പാപത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം. മോഹം തമ്മിൽ ജനിപ്പിക്കുവാൻ വേണ്ടി ഒത്തിരിയേറെ ഗാനങ്ങൾ രൂപപ്പെടുത്തിയ ഒരു സംസ്കാരമൊക്കെ ഉണ്ട്. പണ്ടൊക്കെ കേട്ടിട്ടില്ലേ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ. അപ്പൊ കള്ളക്കടക്കണ്ണ് കൊണ്ട് ലജ്ജാവതിയെ നോക്കിക്കൊണ്ട് പതുക്കെ ഒരുവനില് മോഹം ഇങ്ങനെ ജനിച്ചു വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ കൊതിയോടെ ഞാൻ ഇന്ന് നോക്കി. അപ്പൊ നോക്കിക്കേ എത്രമാത്രം ഇതാണ് നോക്കുന്നത്. അയലത്തെ വീട്ടിലെ കല്യാണ ചെക്കനെ, നാളെ കല്യാണമാണ്, പക്ഷെ ഇന്ന് കൊതിയോടെ നോക്കുകയാണ് തൊട്ടടുത്തിരുന്നുകൊണ്ട് അയലത്തെ വീട്ടില്. വീണ്ടും വേറൊരു പാട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, മോഹം കൊണ്ടാൽ ഏത് പെണ്ണും പൂച്ചയെ പോലെ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാ മോഹം ജനിച്ചാൽ ഏത് പെണ്ണും പൂച്ചയെ പോലെ എന്ന് പറഞ്ഞ് വേറെ വ്യത്യസ്തമായ പാട്ടുകളൊക്കെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി വേറൊരു പാട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഡാഡി മമ്മി വീട്ടിലില്ല അല്ലെ. ഡാഡി മമ്മി വീട്ടിലില്ല, അപ്പൊ എല്ലാം ഓക്കെ സെറ്റാണ്.
കാര്യങ്ങൾ സെറ്റാക്കുന്ന ഒരു പരിപാടി. മോഹം അപ്പൊ ജനിക്കുകയാണ്. ഇങ്ങനെ ലജ്ജാവതിയും പാടി അലത്തെ വീട്ടിലെ പാടി മോഹം കൊണ്ടാലും വേണ്ടി ഇല്ല പെണ്ണെ നിന്നെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്നവർക്ക് അവസാനം പാടുന്ന വേറൊരു പാട്ട് വന്നിട്ടുണ്ട്, വട്ടായി പോയി എന്ന് പറയുന്നൊരു പാട്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒന്ന് ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഇപ്രകാരം മോഹം എന്ന് പറയുന്നത് മൂലഭാവം കയറി അവസാനം വട്ടായി പോകരുത് എന്ന് മാത്രമേ അച്ഛനെ ഇപ്പൊ പറയാനുള്ളൂ. യാക്കോബ്സിലേക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-15 വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ അത് മരണത്തെ ജനിപ്പിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇപ്രകാരമുള്ള ലൈംഗികപരമായിട്ടുള്ള മോഹം ഇങ്ങനെ അടിക്കടി കൂടി വന്നു കഴിഞ്ഞതിന് ശേഷം അത് പാപത്തിലേക്ക് നയിക്കുന്നു. അങ്ങനെ പാപം കൂടി വന്ന് മരണത്തിലേക്ക് നയിക്കുന്നു. നമ്മളിലുള്ള ആത്മാവിന്റെ ചൈതന്യത്തെ അത് ശുഷ്കമാക്കുന്നു, ഇല്ലാതാക്കുന്നു എന്നുള്ളത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ഇതിനോട് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പൊ ഇപ്രകാരമുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഇതിനെ കീഴ്പ്പെട്ട് കൊടുക്കുമ്പോഴാണ് ഈ മോഹം എന്ന് പറയുന്ന പാപം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ അത് വിചിന്തനം ചെയ്യാം, നമുക്ക് പരിശ്രമിക്കാം. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 24-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: കോപവും അസൂയയും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അളവ് ദൈർഘ്യം വെട്ടിക്കുറയ്ക്കാനായിട്ട് കാരണമാകുന്ന ഒരു പാപത്തെക്കുറിച്ചാണ് അവിടെ ചിന്തിക്കുക, കോപം എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ കായേനെയും ആബേലിനെയും കുറിച്ച് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ദൈവത്തിന് കാഴ്ചകൾ സമർപ്പിച്ചു. എന്നാൽ ആബേലിന്റെ ബലിയിൽ ദൈവം സംപ്രീതനായി. വചനം ഇപ്രകാരം പറയുന്നു: അത് കായേനിൽ അത്യധികം കോപം ഉളവാക്കി, അവന്റെ മുഖം കറുത്തു. അപ്പോൾ നോക്കുക, ഇപ്രകാരം അവനിൽ കോപം ജനിക്കുകയാണ്. അപ്പോൾ അവന്റെ മുഖം കറക്കുന്നു. അപ്പോൾ അത് സഹോദരനോടുള്ള പ്രതികാരത്തിലേക്ക് നയിക്കുന്നു. അതിനുശേഷം അവനെ വധിക്കാൻ മാത്രം അവന്റെ കോപം അവനെ നയിക്കുകയാണ്. അപ്പോൾ ഇതാണ് പറയുന്നത്, മൂലപാപത്തിന്റെ ഒരു സവിശേഷത ഇതാണ്. കോപം അത് പ്രതികാരത്തിലേക്ക് നയിക്കുന്നു, അത് വീണ്ടും അവസാനം കൊലപാതകത്തിലേക്കും നയിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് ഇതാണ്: കോപത്തിന്റെ നേരിയ അവസ്ഥയെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ളത്. ഈ സമയം ലോക്ക്ഡൌണിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരുപക്ഷെ അടയ്ക്കപ്പെട്ട മുറിയിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ. കുട്ടികള്, യുവാക്കള്, വീട്ടുകാരെല്ലാവരും ഒരു തരത്തിലുള്ള മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമ്മൾ വ്യക്തിപരമായിട്ടൊന്ന് വിചിന്തനം ചെയ്യുക. പല സാഹചര്യങ്ങളിൽ ഡിപ്രഷനിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും ഒക്കെ കടന്നു പോകാനായിട്ട് അവസരങ്ങൾ ഒത്തിരിയേറെ ഉള്ള ഒരു സാഹചര്യമാണ് ഈ കോവിഡിന്റെ കാലഘട്ടം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്റെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് ഈ കോപം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനം വായിക്കാനും അതിന് നമ്മൾ പ്രത്യേകമിതം നമ്മുടെ തന്നെ സമയം കണ്ടെത്തി വിശുദ്ധ ഗ്രന്ഥം വായിക്കാനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല ചിന്തകൾ കടന്നു വരും. അങ്ങനെ നമുക്ക് കോപത്തെ അകറ്റി നിർത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പ്രഭാഷകന്റെ പുസ്തകം 28-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം ഒന്ന് വിചിന്തനം ചെയ്യുക. സഹോദരനോട് കോപം വെച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? അഹങ്കാരമാണ് സകല പാപങ്ങളുടെയും അപ്പനെങ്കിൽ കൊതി എന്നുള്ളതാണ് സകല പാപങ്ങളുടെയും അമ്മ എന്നാണ് സഭാപിതാക്കന്മാർ പറയുക. പ്രഭാഷകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായത്തിൽ വളരെ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനയുണ്ട്. ആത്മനിയന്ത്രണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. കൊതി എന്ന് പറയുന്ന ഈ മൂലപാപത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് ഇതിനെ ഞാൻ കാണുന്നത്. വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ വികാരങ്ങൾക്ക്, എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഏർപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ചാട്ട, വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം, വിവേകത്തോടു കൂടിയുള്ള നിയന്ത്രണം. ഞാൻ ക്രിസ്തുവിന്റെ മകനാണ്, മകളാണ്, എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, എന്റെ തെറ്റായ ചിന്തകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ വിവേകം വേണം എന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്, വചനം പറയുന്നു 23:5 പറയുന്നു: അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ, അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കൊതി എന്ന് പറയുന്നത് അമിതമായ ആഹാരപ്രിയമാണ്.
ഈ കോവിഡ് കാലഘട്ടത്തിൽ നല്ല ഭക്ഷണം കഴിക്കണം, തീർച്ചയായിട്ടും വേണം. പക്ഷെ എന്നാൽ ഏതെങ്കിലുമൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളോട് അമിതമായിട്ടുള്ള ആഗ്രഹം, കൊതി എന്നിൽ ഉണ്ടാവുന്നുണ്ടെന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ചിലപ്പോൾ ചിലർക്കൊക്കെ കാണും, എല്ലാവർക്കും കാണുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചിലർക്കെങ്കിലും അത് കാണാൻ സാധ്യതയുണ്ട്. അതൊന്ന് വിചിന്തനം ചെയ്യണം എന്നുള്ളതാണ് വചനത്തിന്റെ വെളിച്ചത്തിൽ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത്. മറ്റുള്ളവരുടെ ക്ഷേമം കാണുന്നതിൽ ദുഃഖവും മറ്റുള്ളവരുടെ സ്വത്ത് അന്യായമായി നേടിയെടുക്കലുമാണ് അസൂയ എന്നുള്ള മൂലപാപം എന്ന് യുക്യാറ്റ് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി നന്നായി ജീവിക്കുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. അവന് അവിടെ അല്പം ഉയർന്ന ഒരു വീടുണ്ട്, അല്ലെങ്കിൽ അവനല്പം സമ്പത്തുണ്ട്, സുഖ സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ കണ്ണിൽ ഇഷ്ടപ്പെടില്ല. ഇത് മലയാളിയുടെ ഒരു പക്ഷേ ഒരു സ്വഭാവമാണ്. ഒരു വ്യക്തി നന്നായി ജീവിക്കുന്നത് കാണാനായിട്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടാണ്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ അസൂയ എന്ന് പറയുന്നത് നമ്മളിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തി നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണാനായിട്ട് എനിക്ക് അസ്വസ്ഥതയാണ്. വചനം പറയുന്നു, പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നു, അസൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. അസൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. അപ്പോൾ ദീർഘകാലം ജീവിക്കാനായിട്ട് അസൂയയുണ്ടെങ്കിൽ സാധിക്കത്തില്ല എന്നുള്ളത് നമ്മളൊന്ന് വിചിന്തനം ചെയ്യുക. നമ്മളൊന്ന് വ്യക്തിപരമായിട്ടൊന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ അസൂയയോടുകൂടിയാണോ ജീവിക്കുക? ഐഡിൽ മൈൻഡ് ഈസ് ഡെവിൾസ് വർക്ക്ഷോപ്പ്. അലസമായ മനസ്സ് സാത്താന്റെ പണിപ്പുരയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മളെയൊക്കെ പല സാഹചര്യങ്ങളിൽ പിടികൂടിയ ഒരു പാപത്തിന്റെ അവസ്ഥയാണ് മടി എന്ന് പറയുന്നത്. ശരിയല്ല മക്കളെ? ഒന്ന് ചിന്തിച്ചേ. ചിലരൊക്കെ മുഖത്ത് പുഞ്ചിരി വരുന്നുണ്ട്, ഒരു ചിരി വരുന്നുണ്ട്. അച്ഛാ ശരിയാ അച്ഛാ, കാരണം ഞാനിപ്പോൾ എഴുന്നേക്കുന്നത് 8 മണി 9 മണി 10 മണി ഒക്കെയാണ്. അല്ല, ഞാനിപ്പോൾ കിടക്കുന്നത് അച്ഛാ 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ടൈം ടേബിളോ ഒരു കൃത്യമായ ഇതൊന്നുമില്ലാത്ത, ദിനചര്യയില്ലാത്ത ഒരു ജീവിതത്തിന്റെ അവസ്ഥയാച്ച. പിന്നെ പള്ളിയിൽ പോകണ്ട, പ്രാർത്ഥിക്കണ്ട. അങ്ങനെയൊക്കെ വരുമ്പോൾ നന്നാകാനായിട്ടുള്ള ആഗ്രഹമൊന്നും എന്നിലില്ല. 3 തരത്തിലുള്ള മടിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ശാരീരികപരമായ മടി, നമ്മൾ പറഞ്ഞു താമസിച്ച് ഉറങ്ങുക, താമസിച്ച് എഴുന്നേൽക്കുക, ആരാംസെ സമയമെടുക്കുക എന്നുള്ളത്. മാനസികപരമായ മടിയുണ്ട്. എന്നാത്തിന് നന്നാവാനാ, നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്ങനെയാണെന്ന് മരിക്കും, അപ്പൊ പിന്നെ എങ്ങനെയൊക്കെ ജീവിച്ചാൽ പോലെ. നന്നാവാനായിട്ടുള്ള ഒരു തീരുമാനമില്ലാത്തൊരവസ്ഥയാണ് മാനസികപരമായിട്ടുള്ള മടി. ആത്മീയപരമായിട്ടുള്ള മടി, പള്ളിയിലൊന്നും പോകണ്ട, പ്രാർത്ഥിക്കണ്ട, സമയം പോലെ എഴുന്നേക്കാം, എപ്പോഴെങ്കിലുമൊക്കെ കുർബാനയിൽ അപ്പനമ്മയൊക്കെ പറയുകയാണെങ്കിൽ കാണാം എന്നുള്ള ചിന്തയിൽ കുർബാനയിൽ പങ്കെടുക്കാനോ മറ്റു ഭക്താനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കാനോ ഒക്കെ, കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ ഒക്കെയുള്ള മടിയാണ് ഇതിലൂടെ സൂചിപ്പിക്കുക. അങ്ങനെ 3 തരത്തിലുള്ള മടിയെ കുറിച്ചൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ഇതിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകുന്നുണ്ട്. മക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 6 മുതൽ ഒന്ന് വായിക്കണേ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, മടിയനായ മനുഷ്യ, നീ എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് വിവേകിയാവുക. എറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പ്. അത് മേലാളനോ കാര്യസ്ഥനോ രാജാവോ ഇല്ലാതെ വേനൽക്കാലത്ത് കലവറയൊരുക്കി കൊയ്ത്ത് കാലത്ത് ഭക്ഷണം ശേഖരിച്ചു വെക്കുന്നു. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മടിയ, നീ എത്ര നാൾ നിശ്ശേഷ്ടനായിരിക്കും? നീ എപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുക? കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. ഫലമോ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും നിന്റെ മുമ്പിലെത്തും എന്ന വചനം പറയുക. വളരെ വ്യക്തമാണ്. നീ നിശ്ശേഷ്ടനായി ഒരു പ്രവൃത്തിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ വരും എന്നാ പറഞ്ഞത്. വഴിപോക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ എപ്പോഴാണെന്നൊന്നും നമുക്കറിയത്തില്ല, നമുക്ക് വഴിയെ പോകുന്ന എല്ലാവരും പരിചയമില്ല. അപ്പോൾ ദാരിദ്ര്യം വഴിപോക്കനെ പോലെ കടന്നു വരും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ദുർഭിക്ഷം എന്ന് പറയുന്നത് സുഭിക്ഷത്തിന്റെ ഓപ്പോസിറ്റാണ്. സുഭിക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാം ഉള്ള അവസ്ഥയാണ്. ദുർഭിക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെ മുമ്പിലെത്തും. കൊള്ളക്കാരൻ നമുക്കറിയത്തില്ല എപ്പോഴാണ് എവിടുന്ന് ഏത് രീതിയിലാണ് അറ്റാക്ക് ചെയ്യാൻ വരുന്നത് നമുക്കറിയത്തില്ല. എന്ന് പറയുന്ന പോലെ ഇത് ദുർഭിക്ഷം കൊള്ളക്കാരനെ പോലെയും എവിടെ എത്തുമെന്ന് പറയാ? നിന്റെ മുൻപിലെത്തും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നീ നടന്നു പോകുമ്പോൾ നിന്റെ മുമ്പിലെത്തി കഴിഞ്ഞാൽ നിന്റെ യാത്രയെ അത് തടസ്സപ്പെടുത്തുകയാണ്.
അത് മടി എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഇന്ന് ഒത്തിരിയേറെ കുട്ടികളെ ഒക്കെ ബാധിക്കാൻ ഇടവരുന്നുണ്ട്. അപ്പൊ അത് തന്നെ എല്ലാവരും വ്യക്തിപരമായിട്ടിരുന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് മക്കളെ ഒന്ന് വിചിന്തനം ചെയ്യുക, ചിന്തിക്കുക. മടി എന്ന് പറയുന്ന ഈ ഒരു മൂലഭാവത്തിന് ഞാൻ അടിമപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ മാറ്റുവാൻ ഉത്സാഹം കാണിക്കുക. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വചനം പറയുന്നു, നമ്മളിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മളിൽ സത്യമില്ല എന്ന് വരും. എന്നാൽ നമ്മൾ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം കാരുണ്യവാനും വിശ്വസ്തനുമാകിയാൽ അവൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് വചനം ഉറപ്പ് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ മൂലപാപത്തിന്റെ എല്ലാ അവസ്ഥകളെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ച് പോവുകയായിരുന്നു. അപ്പോൾ നമ്മളിൽ പാപമില്ല എന്നോ പാപത്തിന്റെ അവസ്ഥകളില്ല എന്നോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിക്കാൻ നോക്കണ്ട. എന്നാൽ പാപങ്ങളുണ്ട്, ഞാൻ പാപിയാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ ദൈവത്തിന്റെ പക്കലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കാരണം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ റൂഹാഭിഷേക ധ്യാനത്തില് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എന്റെ പാപത്തിന്റെ മേഖലകളെ എനിക്ക് വ്യക്തമാക്കി കാണിച്ചു തരണമേ, എനിക്ക് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ വേണ്ട വിവേകം എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമാവിധം ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയായിരിക്കണം. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുവാൻ വേണ്ടി, പാപത്തിന്റെ മേഖലകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, വിശുദ്ധിയുടെ ആത്മാവ് നമ്മളിൽ നിറയുന്നതിന് വേണ്ടി, അങ്ങനെ നമ്മുടെ ചിന്തയെയും വികാരത്തെയും വിചാരത്തെയും ഒക്കെ, ഹൃദയ വിചാരങ്ങളെയൊക്കെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ ശുദ്ധി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയുടെ ആത്മാവിനോട് പ്രാർത്ഥിക്കാം. തുടർന്ന് വരുന്ന ആരാധനയുടെ സമയത്ത് ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപത്തിന്റെ എല്ലാ മേഖലകളെയും കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കുമ്പസാരം എന്നുള്ളത് ദൈവത്തോട് ഇപ്പോൾ നമുക്ക് നേരിട്ട് നടത്താനുള്ള സാധിക്കുന്ന ഒരു സാഹചര്യം മാത്രമേ ഉള്ളൂ നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായിട്ട് കുറച്ചു സമയം ദൈവത്തിന്റെ മുമ്പിൽ ഇരുന്ന് ആത്മശോധന ചെയ്ത് ദൈവത്തിന്റെ മുമ്പിൽ പാപങ്ങൾ ഏറ്റുപറയുക, പരിശുദ്ധാത്മാവിനായി ആഗ്രഹിക്കുക, തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുക. വലിയ അഭിഷേകം നമ്മളിൽ നിറയും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവൻ കാത്തിരിപ്പു. ആത്മനാഥനേശുവേ, ആരാധിക്കാം. ആരാധന. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തി ആരാധന, സ്നേഹത്തോടെ വിശ്വാസത്തോടെ. ആയിരം ആരാധന. സർവശക്തനും നിത്യം ജീവിക്കുന്നവനുമായ ദൈവത്തെ ആരാധിക്കട്ടെ. ആരാധന, ആരാധന, ആത്മാവിലാരാധന. കൂടെ വസിക്കുന്നവനായ കർത്താവിനെ ആരാധിക്കട്ടെ. ആരാധന, യേശുവേ, ആരാധന, യേശുവേ, യേശുവേ. ആയിരം ആരാധന. കൈകളൊന്ന് വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടി ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ, തീക്ഷ്ണതയോടെ, ഒരു മനസ്സോടെ ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടെ ആ പരിശുദ്ധ നാമത്തിൽ ശരണപ്പെട്ട് ആ പരിശുദ്ധ നാമത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്ന അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഓ യേശുവേ, 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 നിന്നെ സ്നേഹിച്ച് ആരാധിക്കുന്നു. നിനക്ക് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. എല്ലാ സ്തുതിയും മഹത്വവും ആരാധനയും നിനക്ക് നൽകിക്കൊണ്ട് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഭക്തിയോടെ ആരാധന, ശിരസ് നമിച്ച് സ്നേഹത്തോടെ ആയിരം ആരാധന, 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 ആത്മാവിലാരാധന. പരിശുദ്ധ കുദാശയായി ഞങ്ങളോടൊത്ത് വസിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. പൗലോസ്ലീഹയിലൂടെ അവിടുന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കുവിൻ. കർത്താവെ, അങ്ങേ സ്വീകരിച്ചിരിക്കുന്ന, അങ്ങേ ധരിച്ചിരിക്കുന്ന, അങ്ങ് സ്വന്തമാക്കിയ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങയുടെ സ്നേഹം മറന്ന്, പരിപാലനം മറന്ന്, അങ്ങ് ഞങ്ങളിലേക്ക് നൽകുന്ന അനന്ത കരുണയെ മറന്ന് വഴിമാറി നടന്ന എല്ലാ അനുഭവങ്ങൾക്കും, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ നിഷേധിച്ചു കളഞ്ഞ, ആത്മാവിനെ ഞങ്ങളിൽ നിർവീര്യമാക്കി കളഞ്ഞ ബലഹീനമായ എല്ലാ അവസരങ്ങൾക്കും അനുഭവങ്ങൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട് ഈശോ ഈ നിമിഷം പ്രാർത്ഥിക്കുക. പൗലോസ്ലീഹ റോമാലേഖനത്തിന്റെ 12:2 വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുന്നു. ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതികരവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവെ, നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ ആത്മാവിന്റെ ജ്ഞാനമില്ലാതെ ഞങ്ങൾക്ക് സാധിക്കുകയില്ലെന്നറിയുക. പരിശുദ്ധാത്മാവിനെ നിഷേധിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്ക് വിരുദ്ധമായി ലോകമോഹങ്ങളിലും ജഡമോഹങ്ങളിലും വ്യാപരിച്ചിട്ടുണ്ട്. ഈശോ ഓരോന്നിനെയും ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളാൽ വന്ന തെറ്റുകൾ, പാപത്തിലേക്ക് നടന്നെടുത്ത ഞങ്ങളുടെ ബലഹീനതകൾക്ക്, പാപത്തിലാണ്ടുപോയ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രത്യേകതകൾക്ക്, വൈകല്യങ്ങൾക്ക് ഈശോ കരുണയോടെ മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ, അവിടുത്തെ ആത്മാവിനെ വീണ്ടും തരണമേ. കർത്താവെ, സാംസൺ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഒരിക്കൽ കൂടെ ആത്മാവിന്റെ ചൈതന്യം ഞങ്ങൾക്ക് തരുവോ? ഒരിക്കൽ കൂടെ ആ ശക്തി ഒന്ന് വീണ്ടും തരുവോ? യേശുവേ, പാപപുണ്യങ്ങളെ വിവേചിച്ചറിയുന്ന ആത്മാവിന്റെ ശക്തിയെ ബലഹീനമായ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കരുണയോടെ തരണേ കർത്താവേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായി ഒഴുകി വരൂ. ദാഹത്തോടെ പ്രാർത്ഥിച്ച എല്ലാവരും ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. കൂടെ പ്രാർത്ഥിച്ച് പാപവും പുണ്യവും വേർതിരിക്കുന്ന പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനം 9:17 വചനത്തിന് അഭിഷേകം ഒഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. ചേർന്ന് പ്രാർത്ഥിക്കാം. ആത്മാവിനെ തരണമേ. തന്നാലും നാദാ ആത്മാവിനെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ആശ്വാസദായകനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ.
പരിശുദ്ധാത്മാവേ, തന്നാലും നാദാ നിൻ ജീവനേ, നിത്യ സഹായകനേ, നിത്യ സഹായകനേ. ആത്മാവിനെ തരണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ഒരഭിഷേകം നിറയും. മകനെ, മകളെ, പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ നീ നിഷേധിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ പാപമെന്നോ പുണ്യമെന്നോ തിരിച്ചറിയാൻ സാധിക്കാത്ത ബലഹീനതകളാൽ അടിപ്പെട്ടു പോകും. ലേവ്യരുടെ പുസ്തകം 10:10 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശുദ്ധവും അശുദ്ധവും വിശുദ്ധവും അവിശുദ്ധവും തമ്മിൽ നീ വേർതിരിച്ചറിയണം. കർത്താവേ, ലോകത്തിന്റെ വശ്യതകളാലും വ്യാമോഹങ്ങളാലും വശീകരിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിൽ പാപത്തിൽ മുഴുകുമ്പോഴും ഞാൻ തന്നെ എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കാവുന്നതല്ലേ? കർത്താവേ, പാപത്തിൽ വീണ്ടും വീണ്ടും മുഴുകി പാപത്തിൽ വീണുപോയ ഒരു പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുമ്പോ കൃപയിൽ നിലനിൽക്കാനാകാതെ വീണ്ടും പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ വീണുപോകുന്ന ബലഹീനമായ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ആവർത്തിച്ച് ആവർത്തിച്ച് തിന്മയ്ക്ക് അടിമപ്പെടുക വഴി പാപബോധം നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഏറ്റവും ദയനീയമായ ജീവിതാവസ്ഥയിലേക്ക് ഈശോയെ ഈ നിമിഷം നീ ഒന്ന് കടന്നു വന്ന് പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ കർത്താവേ, അനുതാപത്തിന്റെ ഒരു ഹൃദയം എനിക്ക് കിട്ടാൻ, ഉറങ്ങിയ ഹൃദയത്തോടെ അങ്ങയുടെ മുമ്പാകെ എൻ്റെ തെറ്റുകൾ ഏറ്റുപറയാനായിട്ടുള്ള ഒരു ശക്തി എനിക്ക് കിട്ടാൻ ഞാൻ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, എന്നെ അനുഗ്രഹിക്കണേ. പാപമെന്നിൽ ഇല്ല എന്നു നിരന്തരം ഞാനോർത്തുപോ, നീതിമാന ഞാൻ ചമഞ്ഞു ചെയ്യേണ്ട നന്മകൾ മറന്നുപോ. യേശുവേ, ജീവിതങ്ങളിലേക്ക് കർത്താവ് കരുണ ചൊരിയട്ടെ. നിന്നാത്മനേ പകരണേ. ദാവീദ് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്, ആത്മാവിനെ എടുത്തു കളയരുത്, പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുത്തു കളയരുത്. ഈശോ, കനിയൂ, അകന്നു പോകാതെ നിന്നാത്മനേ പകരണേ എന്നു നിൻ ജീവനിൽ, പകരണേ എന്നു നിൻ ജീവനിൽ. ദൈവത്തിന്റെ അനന്ത സ്നേഹവും കരുണയും നമ്മുടെ ഓരോ ജീവിതങ്ങളിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എൻ്റെ ജീവിതത്തെ മുഴുവനും ഞാനിതാ ഒരു തുറന്ന പുസ്തകം പോലെ നിന്റെ മുമ്പിൽ വെക്കുന്നു. തകർന്ന ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുന്നില്ലെന്ന്, ഉരുകിയ മനസ്സാണ് അവിടത്തേക്ക് സ്വീകാര്യമായ ബലിയെന്ന് 51 സങ്കീർത്തനം 16-17 വചനങ്ങളിൽ ഞാൻ കണ്ടെത്തുന്നവയെ മനസ്സിൽ ഓർക്കുന്നു. ഈശോ, തകർന്ന ഹൃദയത്തോടെ ഒരുകിയ മനസ്സോടെ നിന്റെ മുമ്പാകെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി ബലഹീനതകളുണ്ടെങ്കിൽ, ഒത്തിരി വൈകല്യങ്ങളുണ്ടെങ്കിൽ, കർത്താവേ, ഒത്തിരി അനുസരണക്കേടെന്നിലുണ്ട്. ഒരുപാട് അലസത കൊണ്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിന്നും പഠനത്തിൽ നിന്നും എനിക്ക് ചെയ്യാൻ സാധിക്കാമായിരുന്ന ഒരുപാട് നന്മയുടെ പ്രവൃത്തികളിൽ നിന്നും ഞാൻ പിന്മാറിയിട്ടുണ്ട്. മാതാപിതാക്കളെ സഹായിച്ചിട്ടില്ല പലപ്പോഴും, അവരെ അനുസരിച്ചിട്ടില്ല പലപ്പോഴും, ഹൃദയം കൊണ്ട് അവരെ സ്നേഹിച്ച് അവരോട് ചേർന്ന് നിൽക്കാതെ പോയ നിമിഷങ്ങളും, എൻ്റെ തന്നെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളും, എൻ്റെ കണ്ണുകളിലൂടെ, എൻ്റെ കാതുകളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരുപാട് തിന്മകൾ
കർത്താവെ കടന്നു വന്നു. എന്റെ കണ്ണുകളിലൂടെ, കാതുകളിലൂടെ, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തിന്മകൾ കടന്നു വന്ന് എന്റെ ജീവിതത്തെ ഒരുപാട് അശുദ്ധമാക്കിയിട്ടുണ്ട്. എന്റെ കൂട്ടുകെട്ടുകളും എന്റെ ബന്ധങ്ങളും ഈശോ തിന്മയിലേക്ക് എന്നെ നയിച്ചിട്ടുണ്ട്. കർത്താവ്, ഉള്ളിൽ കാപട്യത്തിന്റെ, അസൂയയുടെ, സ്വാർത്ഥതയുടെ, അഹങ്കാരത്തിന്റെ, ഞാനെന്ന ഭാവത്തിന്റെ ഒരുപാട് പാപാവസ്ഥകൾ ഈശോയെ എന്നെ ജീർണിപ്പിക്കുന്നതായിരുന്നു. യേശുവേ, യേശുവേ, എൻ്റെ ഹൃദയത്തിന്റെ എല്ലാ തലങ്ങളും ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുക. ഒരുപാട് പാപത്തിന്റെ മലിന്യമുള്ള എൻ്റെ ഹൃദയത്തെ നീ ഒന്ന് കഴുകി ശുദ്ധീകരിച്ച് ഈശോയെ നിന്നെ വീണ്ടും ഒന്ന് കാണാൻ, നിന്നെ വീണ്ടും ഒന്ന് സ്നേഹിക്കാൻ ഒരു ഹൃദയം എനിക്ക് ലഭിക്കാൻ ഇതാ ദാഹത്തോടെ തിരുമുമ്പാകെ അനുതാപമാർന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ കൃപ തരണേ. മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധിയിൽ എൻ്റെ ഈശോ, മലിനമായ ഈ മൺകുടമങ്ങി തിരുപാദ സന്നിധിയിൽ അർച്ചന ചെയ്തിടും ദാസരിൽ നാദാ കൃപയേകണേ. കൃപയേകിടൂ. ഈശോ, ഹൃത്തിൻ മാലിന്യം നീക്കിടുമീ. അർച്ചന ചെയ്തിടും ഈശോ, ദാസരിൽ നാദാ ഈശോ, കൃപയേകിടൂ. കൃപയേകിടൂ. ഹൃത്തിൻ മാലിന്യം നീക്കിടൂ നീ. ഹൃദയത്തിന്റെ മാലിന്യം നീക്കി നമ്മുടെ ഹൃദയങ്ങൾക്ക് കർത്താവ് ശുദ്ധി പകരുമ്പോൾ ഈശോയെ കാണാൻ കൃപ കിട്ടും. ആത്മാവിൻ്റെ ഒരു നിറവ് നമ്മളിലുണ്ടാകും. ആത്മാവിൻ്റെ ഒരു പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇതാ കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്. മകനെ, മകളെ, നീ വിശ്വസിക്കണം. പാപങ്ങളെ ഓർത്ത് നന്നായി അനുതപിച്ച് അവിടുത്തോട് മാപ്പ് ചോദിച്ച് ദൈവകാരുണ്യത്തിൽ ശരണപ്പെടണം. കർത്താവ് അവിടുത്തെ കരമുയർത്തി എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ വിശുദ്ധീകരിക്കുന്ന സമയമാണ്. അടുത്ത കുമ്പസാരത്തിൽ ഞാൻ എൻ്റെ ഓരോ പാപങ്ങളും ഏറ്റുപറഞ്ഞ് അനുതപിച്ച് മാപ്പ് ചോദിച്ചു കൊള്ളാമെന്ന് ദൈവത്തോട് വാഗ്ദാനം ചെയ്തുകൊണ്ട് വേണം ഈ സമയത്ത് കർത്താവിനെ ആശീർവാദം സ്വീകരിക്കാനായിട്ട്. ഇതാ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്ന സമയമാണ്. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും, എൻ്റെ ഭാവി ജീവിതത്തെ പോലും കർത്താവ് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. വിശ്വസിച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കട്ടെ. യേശുവേ, 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 കർത്താവേ, ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവെ തിരുമുമ്പാകെ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകലരെയും അങ്ങയുടെ കരങ്ങൾ ഉയർത്തി ആശീർവദിച്ച് അങ്ങയുടെ സംരക്ഷണത്തിന്റെ കവിത എല്ലാ ബന്ധനങ്ങളും തിന്മകളും മോചിപ്പിക്കണം. രോഗപീഠകൾ മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, പാപബന്ധനങ്ങൾ ഈശ്വരനാമത്തിലേക്ക് പോകട്ടെ. വലിയ ദൈവശക്തി ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.